നമ്മുടെ ഹോം പേജിലുള്ള ആപ്ലിക്കേഷൻ വേറെ ഒരു പേജിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഹോം പേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള പേജ് കണ്ടെത്താവുന്നതാണ്. രണ്ടാമത് നമ്മുടെ മെസ്സേജ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നമുക്ക് ഇമോജീസ് സിമ്പിളായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഇമോജീസ് ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇമോജീസ് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്കൊരു വേർഡൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന എളുപ്പമുള്ള മാർഗ്ഗമാണ്. ഏതെങ്കിലും ഒരു വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഞാൻ വേർഡ് സെലക്ട് ചെയ്യണം. ഫുള്ള് പാരഗ്രാഫ് സെലക്ട് ചെയ്യണമെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് വെച്ചാൽ മതി. അടുത്തതായിട്ട് ചെയ്യാവുന്ന നമ്മുടെ ആപ്ലിക്കേഷൻസ് എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പ് ലൈബ്രറി പോയി സെർച്ച് ചെയ്യാവുന്നതാണ്. അന്നേരം ഇങ്ങനെ ഒരു ഫുൾ ലിസ്റ്റായിട്ട് വന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ലെറ്റേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഹോം സ്ക്രീനിൽ ഡയറക്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് സെർച്ച് ബാർ വരികയും അവിടെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനാണ് കണ്ടെത്താൻ സാധിക്കും.